പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. നമ്മോടുള്ള യഹോവയുടെ ദയ വലിയതാകുന്നു. അതുകൊണ്ടാണ് ഇന്നും നാം മുടിഞ്ഞു പോകാതെ ഈ ഭൂമിയുടെ വരപ്പിൽ നാം ഓരോരുത്തരും നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിഞ്ഞ ദാവീദ് എന്ന ഭക്തൻ 52 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 8 വചനത്തിൽ ഇങ്ങനെ പാടുന്നു: ഞാനോ ദൈവത്തിന്റെ ഈ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. Psalms 52 verse 8. But I am like a green olive tree in the house of God. I trust in the mercy of God forever and ever. Amen. ഈ പശ്ചാത്തലം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നാം നോക്കുമ്പോൾ ദാവീദ് ആമേൻ സ്തോത്രം പിടിക്കപ്പെടുമ്പോൾ, അതായത് ഇവിടെ നാം വായിക്കുന്നു, ആമേൻ ദാവീദിന്റെ ഒരു ധ്യാനം, എദോമ്യനായ ദോവീദ് ചെന്ന് ശൗലിനോട് ദാവീദ് അഹീമേലെക്കിന്റെ വീട്ടിൽ വന്നിരുന്നു എന്നറിയിച്ചപ്പോൾ ചമച്ചത്, അതായത് ആമേൻ സ്തോത്രം മാനുഷികമായി ആമേൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ആമേൻ സകലതും അവസാനിച്ചു. ആമേൻ സ്തോത്രം അങ്ങനത്തെ ഒരു പ്രതിസന്ധി, ഭയപ്പെടുന്ന കലങ്ങിപ്പോകുന്ന ആമേൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അദ്ദേഹം ആമേൻ ഒറ്റയ്ക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ നിന്നും തനിക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും, ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. കാരണം ആമേൻ സ്തോത്രം ആമേൻ 9 വചനത്തിൽ അദ്ദേഹം പറയുന്നു, നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ആമേൻ അത് തന്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇനിയും ആ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ഏത് സാഹചര്യത്തിനും പുറമേ നോക്കുമ്പോൾ ആമേൻ സ്തോത്രം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ആമേൻ ഒളിച്ചിരിക്കുന്നു, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, ആമേൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ. എന്നാൽ അദ്ദേഹവും ദൈവവുമായിട്ടുള്ള, ദാവീദും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പ്രിയ ദൈവമക്കളെ, നാം ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും വ്യക്തിപരമായി നമുക്കും ദൈവവുമായിട്ട് എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. അതെങ്ങനെ നമുക്ക് പറയുവാനിടയായി തീരും? ദൈവത്തിന്റെ ദയയിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ, മനുഷ്യരിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ, ആ സമയത്ത് നാം പ്രഭുക്കന്മാരെ ആശ്രയിക്കുകയാണെങ്കിൽ, ആമേൻ ആര് നാം ആശ്രയിച്ചാലും പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയത്തില്ല. എന്നാൽ പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിൽ തന്നെ നാം ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ ആമേൻ ദൈവത്തിന്റെ ദയ മാത്രമാണ് നിരന്തരം. ആമേൻ അത് തിരിച്ചറിഞ്ഞ് അതേൽ ആശ്രയിക്കുന്നവർക്ക് പറയുവാനിടയായിത്തീരും, ഞാനോ ദൈവത്തിന്റെ ആലയത്തിന് തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ സ്തോത്രം. 9 വചനത്തിന്റെ 2 ഭാഗം നാം വായിക്കുന്നു, ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. ഹല്ലേലൂയ. പ്രത്യാശിപ്പാൻ ഇവിടെ ദാവീദിന് യാതൊരു വകയുമില്ല. പ്രത്യാശയ്ക്ക് ആമേൻ കോട്ടം വന്നതുപോലെ, ഭംഗം വന്നതുപോലെ ഉള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്നാലും ദാവീദ് പറയുന്നു, നിന്റെ നാമത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഏതാണ് ഈ നാമം? അപ്പോസ്തല പ്രവൃത്തികൾ ആമേൻ 4 അധ്യായം അതിന്റെ 12 വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. യേശു എന്ന നാമമല്ലാതെ മറ്റ് ഒരു നാമവും ഇല്ല. ആമേൻ. Acts chapter 4 verse 12. Nor is there salvation in any other, for there is no other name under heaven given among men by which we must be saved. ആമേൻ. അതെ, നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. ഈ ഭൂമിയിലുള്ള രക്ഷ മാത്രമല്ല, ആമേൻ സ്വർഗരാജ്യത്തിൽ ആമേൻ ആ പ്രവേശനം നാം ലഭിക്കണമെങ്കിൽ, എന്നേക്കുമായുള്ള നിത്യശിക്ഷാവധിയിൽ നിന്ന് നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ നാമം
മാത്രമേ ഉള്ളൂ. ആ യേശുവിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കുക, ആ യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കാം, ആ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാം. ആമേൻ. യേശുവാണ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. യേശുവാണ് നമുക്ക് വേണ്ടി, ആമേൻ, സ്തോത്രം സ്തോത്രം, ആമേൻ, അവസാനത്തുള്ള രക്തം വരെയും നൽകി നമ്മെ സ്നേഹിച്ചത്. ആമേൻ. പ്രാണനെ നൽകി സ്നേഹിച്ച യേശു കർത്താവ്, ആമേൻ, ആ കർത്താവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുമെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളാണോ നമുക്ക് രക്ഷ വരേണ്ടത്, കർത്താവ് അവിടെ നിന്ന് നമ്മെ രക്ഷിക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആ സ്വർഗരാജ്യത്തിന്റെ പ്രവേശനം നമുക്ക് പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഒരു നിത്യ ശിക്ഷാവിധി ഉണ്ട്, ഒരു ന്യായവിധി ഉണ്ട്. നമ്മുടെ പ്രവൃത്തിക്ക് അടുത്ത, ആമേൻ, പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാളനായി നമ്മെ ചേർക്കുവാൻ വേഗം വരുവാൻ പോകുന്നു. സഭയെ ചേർത്തുകൊള്ളും. ആയതിനാൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാം, വിശ്വസിച്ച രക്ഷ പ്രാപിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ആ ദൈവത്തിന്റെ, ആമേൻ, ദയയിൽ ആശ്രയിച്ച, യഹോവയുടെ നാമത്തിൽ പ്രത്യാശ വെച്ച ആ ദാവീദ്, ആമേൻ, ശത്രുവിന്റെ കയ്യിൽ പിടിക്കപ്പെട്ട് നശിച്ചു പോയില്ല. ദൈവം തന്നെ സിംഹാസനത്തിൽ, ആമേൻ, ഇരുത്തുമെന്ന് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും കർത്താവിൽ തന്നെ നാം ആശ്രയിക്കുക, ദൈവത്തിന്റെ ദയയിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. നമ്മോടുള്ള കർത്താവിന്റെ ദയ വലിയതാകുന്നു. ആശ്രയിക്കുക, ആ ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തെ വിശ്വസിച്ച് പ്രത്യാശ വെക്കുക. ഈ ഭൂമിയിലും കർത്താവ് നമ്മെ രക്ഷിക്കും, അതുപോലെ നിത്യരക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീരും. ഈ വചനങ്ങളാ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന നാഥ കർത്താവേ, ഏത് സാഹചര്യത്തിലും ഞങ്ങൾ അങ്ങയുടെ ദയയിൽ ആശ്രയിക്കുന്നപ്പ, അങ്ങയുടെ നാമത്തിൽ പ്രത്യാശ വയ്ക്കുന്ന കർത്താവേ. അപ്പാ, ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച് ജയകരമായി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ, യേശു എന്ന ഒരേ നാമത്തിലല്ലാതെ രക്ഷയില്ല കർത്താവേ. അപ്പാ, അങ്ങിൽ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരും, ആമേൻ, സ്തോത്രം സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിന്റെ നാമത്തിലുള്ള നിത്യരക്ഷ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവ് ധൈര്യപ്പെടുത്തി, അവൻ അധികമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാൻ, അമേൻ, കർത്താവുമായി, അമേൻ, സ്തോത്രം, അധികമായി അവൻ ഉറച്ചു നിന്ന് വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ദൈവം സഹായിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.